പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുംഭമാസത്തിലെ ഭരണിനാൾ കേരളത്തിലെ പല ദേവീക്ഷേത്രങ്ങളിലും വിശിഷ്ടമാണ്. കുംഭഭരണി ദിവസം ചെട്ടികുളങ്ങരയിൽ ഉണ്ടാക്കുന്ന കൊഞ്ചും മാങ്ങയും അതീവ രുചികരമാണ്. ഇന്ന് നിങ്ങൾക്കായി ഞാൻ ചെയ്യുന്നതും കൊഞ്ചും മാങ്ങയുമാണ്. ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നവരും സ്ഥിരമായി കാണാറുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഉണക്ക കൊഞ്ചാണ് കൊഞ്ചും മാങ്ങയിലും ഉപയോഗിക്കുന്നത്. അത് നന്നാക്കിയെടുക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്, അതിവിടെ പറയാം. ഉണക്കക്കൊഞ്ച് ചീനച്ചട്ടിയിലിട്ട് അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കി കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് ബ്രൗൺ ആവാനോ ഒന്നും നിൽക്കേണ്ട, നല്ല പോലെ ഒന്ന് ചൂടായാൽ മതി. ചൂടാക്കിയ കൊഞ്ച് കുറച്ച് സമയം മാറ്റി അതിൻ്റെ ചൂടൊന്ന് ആറാൻ വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രക്രിയ ചെയ്യുന്നത്. ചൂടാറിയ ഉണക്കക്കൊഞ്ച് ഒരു ന്യൂസ് പേപ്പറിലേക്കോ മുറത്തിലേക്കോ നിരത്തിയിട്ട് അതിന് മുകളിലൂടെ അരകല്ലിൻ്റെ കുഴവിയോ ചപ്പാത്തി തടിയോ ഒന്ന് ഉരുട്ടുക. ഉരുട്ടിയാൽ മാത്രം മതി, പൊടിക്കുകയോ ഇടിക്കുകയോ ഒന്നും വേണ്ട. ഇങ്ങനെ ഉരുട്ടുമ്പോൾ ക്രിസ്പിയായ കൊഞ്ചിൻ്റെ വേസ്റ്റായ ഭാഗങ്ങളൊക്കെ അതിൽ നിന്ന് സെപ്പറേറ്റഡ് ആകുകയും മുറത്തിലിട്ടൊന്ന് പാറ്റുമ്പോൾ ആ വേസ്റ്റ് ഭാഗങ്ങളെല്ലാം അതിൽ നിന്ന് കളഞ്ഞ് നല്ല ഭാഗങ്ങൾ കറി വെക്കാൻ വേണ്ടി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി മേടിക്കുന്ന ഉണക്കക്കൊഞ്ചിന് തലയും വാലും ഒന്നും ഇല്ലാതെ ഓൾറെഡി ക്ലീൻഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രം മതി. കുഴവി കൊണ്ട് ഉരുട്ടേണ്ട കാര്യമില്ല. തലയും വാലും എല്ലാം കളഞ്ഞ കൊഞ്ച് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുന്നു. ഈ ഒരു കൈപ്പിടി കൊഞ്ചിന് ഒരു ചെറിയ മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുക്കുന്നത്. മാങ്ങയുടെ തൊലി കളഞ്ഞ് ഇതേപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായി അരിയുന്നു. 10-12 ചുവന്നുള്ളിയും തൊലി കളഞ്ഞ് വൃത്തിയാക്കി. ഇനി തയ്യാറാക്കാനുള്ളത് തേങ്ങ അരപ്പാണ്. 3 പിടി തേങ്ങ മിക്സിയിലേക്കിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ചുവന്നുള്ളി 5-6 എണ്ണം മതി, പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് തോരൻ്റെ ഒക്കെ പാകത്തിന് മിക്സിയിൽ ചതച്ചെടുക്കുക. വേണമെങ്കിൽ തേങ്ങയോടൊപ്പം ഉപ്പ് ചേർത്തും അരയ്ക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്യാത്തത് ഉപ്പുനീര് പിന്നീട് ഞാൻ തളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. മീൻ ചട്ടിയിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കക്കൊഞ്ച്, മാങ്ങ, ബാക്കിയുള്ള ചുവന്നുള്ളി നന്നായി ചതച്ചത്, 4-5 പച്ചമുളക് നടുവേ കീറിയത്, അരപ്പ്, 2-3 തണ്ട് കറിവേപ്പില, പിന്നെ ഇവിടെ ഉപ്പുനീര് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് അടിക്ക് പിടിക്കാതിരിക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. കുംഭഭരണി എനിക്ക് കുറച്ചേറെ സ്പെഷ്യലാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ പിറന്നാളാണ് കുംഭമാസത്തിലെ ഭരണിനാൾ. എല്ലാ വർഷവും ആരോഗ്യമുള്ള കാലത്തൊക്കെ അപ്പൂപ്പൻ കുംഭമാസത്തിലെ ഭരണിനാളിൽ ചെട്ടികുളങ്ങര അമ്പലത്തിൽ തൊഴാൻ പോകുമായിരുന്നു. കുറച്ച് സമയം അടച്ചു വേവിച്ച കൊഞ്ചും മാങ്ങയും ഇടയ്ക്കൊന്ന് തുറന്നിളക്കാൻ മറക്കരുത്. അടിക്ക് പിടിക്കാതെ അടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി വെള്ളം വറ്റുന്നത് വരെ വേവിക്കാം. അധികം വെള്ളമുണ്ടെങ്കിൽ നിരത്തിയൊന്നിട്ട് വറ്റിച്ചെടുക്കുക. കൊഞ്ചും മാങ്ങയുടെ മാങ്ങയും എല്ലാം നന്നായി വെന്ത് നല്ല സോഫ്റ്റായി നല്ല മണവും വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ തൂവി അടുപ്പിൽ നിന്ന് വാങ്ങാം. കൊഞ്ചും മാങ്ങയും നേരത്തെ കഴിച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായോ എന്ന് കമൻസിലൂടെ പറയും. അതേപോലെ ഇതിന് മുൻപ് ഇതുണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇതോടൊപ്പം മറ്റു വീഡിയോസ് കൂടി കണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ ബൈ.